നമ്മൾ വീണ്ടും JNUവിലേക്ക് പോവുകയാണ്. അവിടെ വിദ്യാർത്ഥി സംഘർഷം നടക്കുന്നു. VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കാണുന്നത്. ക്യാമ്പസിനകത്തും പുറത്തുമൊക്കെ പോലീസ് സന്നാഹമുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണല്ലേ YS അഭിനന്ദൻ? കേൾക്കാമെങ്കിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒന്നും തള്ളുമാണ് നമ്മൾ കാണുന്നത്. ഇത് അങ്ങനെ തന്നെയാണ്. പ്രതിഷേധം മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടെ സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുറച്ചു മുമ്പ് ഓരോ പ്രതിഷേധക്കാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നീക്കുന്ന നടപടികളിലേക്കാണ് ദില്ലി പോലീസ് കടന്നിരിക്കുന്നത്. പ്രതിഷേധക്കാർ ഒരിക്കലും ഇവിടെ നിന്ന് മാറില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ ഇവിടെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് വാഹനത്തിനകത്ത് കയറ്റുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നത്. എന്നിട്ടും ഇപ്പോഴും ഈ പ്രതിഷേധം ഈ ഗേറ്റിന് മുന്നിൽ തുടരുകയാണ്. മുദ്രാവാക്യം വിളികളും ഒപ്പം തന്നെ കുത്തിയിരുന്നുള്ള പ്രതിഷേധവും ഇങ്ങനെ തുടരും. ഇത്തരത്തിലേക്ക് ധാരാളം വനിതാ പോലീസിനെയും ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ പ്രവർത്തകരെയും റോഡിലൂടെ വലിച്ചിടിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലേക്ക് ഈ JNU ക്യാമ്പസ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സർവകലാശാല വൈസ് ചാൻസലർ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ്. ഇനി പോലീസിനെ ഉപയോഗിച്ച് ഈ സമരത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. അത്രമാത്രം വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഈ വൈസ് ചാൻസലറെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്യാമ്പസിനുള്ളിൽ ചെറിയൊരു സദസ്സ് സംഘടിപ്പിച്ച ഈ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ മറ്റൊരു പ്രതിഷേധം അതിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാർ കുത്തിയിരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം, ഉന്തും തള്ളും. ഒടുവിൽ ഇപ്പോൾ ഏതാണ്ട് 8ഓളം പ്രവർത്തകരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുക. അതും റോഡിലൂടെ വലിച്ചിടിച്ച് ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും പോലീസ് ആക്രോശിക്കുന്നത് കാണാം. ഇവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ പോലും ആട്ടി ഓടിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബാരിക്കേഡിനുള്ളിൽ പ്രവേശിക്കാൻ സൈക്കിൾ ഇറങ്ങി പോകൂ എന്ന് പറയുന്ന പോലീസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അത്തരത്തിലേക്ക് വലിയ സംഘർഷ സാധ്യത ഇപ്പോഴും JNU ക്യാമ്പസ് നിൽക്കുന്നു. പ്രതിഷേധം അത് രൂക്ഷമായി മാറുകയും ചെയ്യുന്നു. വിനീത, ശരി, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ പണിപ്പെട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് നടത്തുന്നത്. YS അഭിനന്ദൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.